ഇപ്പോഴും മരിവിട്ട് മാറിയിട്ടില്ലെന്നാലും ഈ ചൂടോടെ നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചു വന്നതാണ്. സിനിമ ഏതായാലും കുറച്ച് പേരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിനിമയെപ്പറ്റി നമ്മൾ ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവരൊക്കെ ഓരോരുത്തരായി പലരും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ഞാൻ മാത്രമാണ്. പക്ഷേ എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട, ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇവരോട് ചോദിക്കും. ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല. സിനിമ കണ്ടതിന് ശേഷം ഇനി പ്രത്യേകിച്ച് സിനിമയെപ്പറ്റി ചോദിക്കേണ്ട, സിനിമയെ കാണാത്തവർക്ക് സ്പോയിലർ ആകാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും മറുപടികളും ആകുന്നതാണ് നല്ലത്. ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ സാധിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സംവിധായകനെ കുറിച്ച് very happy to be here. എൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ മലയാളത്തിൽ ഇങ്ങനെ ഇറങ്ങി സെഞ്ചർക്ക്. പക്ഷെ ഇപ്പോൾ സാർ അടുത്തിരിക്കുമ്പോൾ കുറച്ച് നെർവസ് ആണ് എനിക്ക്. അതുകൊണ്ട് ഐ ട്രൈ ആൻഡ് ഗെറ്റ് ഓവർ ദ നെർവസ്നെസ്. Today I'm very happy to be here for sure. Sharing this space with sir. ഞാൻ ഈ ഓൾമോസ്റ്റ് ഒരു 8 to 9 months മുമ്പ് ഞാൻ ഈ കഥ ഡോക്ടർ നീരജിനെ എനിക്ക് കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കിതൊരു ഇതിപ്പോൾ ഇതാണ് ട്രെൻഡ്, പക്ഷേ അതിൻ്റെ ഇതൊരു സീക്വൽ അങ്ങനെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ്, ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ഓഫ് ദിസ് ഡൊമിനിക്, ഈ ക്യാരക്ടർ ട്രാവൽ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ നീരജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എങ്ങനെയും മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാൻ ഒരു 3 months ആയി. സാറിൻ്റെ അടുത്ത് ഇത് ഫസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് സാർ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ ടു മെനി ഫിലിംസ് അത് കേരള വേണമെന്ന് ചോദിച്ചു. ദെൻ ഐ സെഡ് സർ ദിസ് ഇസ് ടു ദ സ്റ്റോറി, ഐ എം ഷുവർ യു ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ സാർ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് he immediately said we will start shoot in 10 days. And ഒരു 6 months ഉള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്തൊരു പ്രോജക്റ്റാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഹാവ് directed sir and in a film that's produced by him. And I had the support of a great story by Dr. Neeraj and this wonderful team and cast that's sitting next to me. Sir gave most of the suggestions about casting, and I completely went with his call. Beautiful call it was to cast Sushmita as Nandita, Meenakshi as Pooja, and Vinit sir in the character that he played as Prakash, and almost every other actor who played the character in the film. It was my call to bring Vishnu on board, and sir immediately said yes. And Darbo Kashma did the music and Anthony did the editing. And I don't mean any lesser than what I'm trying to say, but I'm extremely happy to be here today and with the response that this film is getting. Be here today in front of all of you to speak this way, and ஒரு பெரிய ரெஸ்பான்சிபிலிட்டி கொடுத்தாங்க சார் எனக்கு. ஓகே சொல்லி என்ன காஸ்ட் பண்ணதுக்கு அப்புறம் ஐ ஹோப் ஐ லிவ்ட் அப் டு இட். எல்லாரும் பார்த்து உங்களோட ஃபீட்பேக் என்னன்னு சொல்லுங்க. ஸோ மோர் தென் எனிதிங் ஐம் எக்ஸ்ட்ரீம்லி ஹாப்பி டு பி ஹியர். ஐம் எக்ஸ்ட்ரீம்லி ஹாப்பி டு பி அ பார்ட் ஆஃப் திஸ் ப்ராஜெக்ட் வித் சச் வண்டர்ஃபுல் பீப்புள். தேங்க் யூ. എല്ലാവർക്കും നമസ്കാരം. പടം ഞാൻ ഇന്നാണ് കണ്ടതിന് ശേഷം പ്രേക്ഷകരെ പോലെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഐ തിങ്ക് ഒരു അഡോറബിൾ മമ്മൂക്കനെ നമുക്ക് ഈ പടത്തിലൂടെ കിട്ടിയത്. ഭയങ്കര ഒരു പ്ലഷറബിൾ ജേർണി ആയിരുന്നു വാച്ചിങ് മമ്മൂക്ക ആസ് ഡൊമിനിക്. അതിൻ്റെ ഗ്ലിംസസ് അദ്ദേഹത്തിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സെൻസ് ചെയ്തു. സോ ഐ എസ്പെഷ്യലി ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ഇൻ ദ ഫിലിം. അപ്പോൾ നമുക്കത് ആ റെൻഡിഷനും നമുക്കത് പെർഫോം ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടെ ഞാനിങ്ങനെ നോക്കിക്കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടു ഡൊമിനിക്. തീർച്ചയായിട്ടും ആ മാജിക് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുപോലെ ഗൗതം സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുക. അദ്ദേഹം ഇസ് എ ഗ്രേറ്റ് ക്രാഫ്റ്റ്സ്മാൻ. ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ വെരി വെരി വെൽ നോൺ ഡയറക്ടർ. ഓൾ ഹിസ് ഫിലിംസ് ആൻഡ് ആൻ അമേസിംഗ് ഫാൻ ഫോളോയിങ് കേരളത്തിലും. അങ്ങനെ ഒരു ഡയറക്ടർ മമ്മൂക്ക കോമ്പിനേഷനിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളത്
ഗ്രേറ്റ് ഓണർ ആൻഡ് പ്രിവിലേജ്. താങ്ക് യു സർ ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും പടം പോയി കാണണം. കാരണം ഇതിൽ ഒരുപാട് മെമ്മറബിൾ മോമെന്റ്സ് ഉണ്ട്. നമുക്കൊന്നും ഇതിൻ്റെ സ്റ്റോറി ലൈനിനെ കുറിച്ചോ കഥാപാത്രങ്ങളെ കുറിച്ചോ വി കനോട്ട് ഡിസ്കസ് ബിക്കോസ് കാണാത്തവർക്ക് അതൊരു സ്പോയിലറാണ്. അതുകൊണ്ട് എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു ദ ടീം, മമ്മൂട്ടി കമ്പനി, മമ്മൂക്ക, ഗൗതം സർ ആൻഡ് ദ ഹോൾ ടീം ഓഫ് ടെക്നീഷ്യൻസ് ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് ദിസ്. താങ്ക് യു. ഗൗതം സാറിനോട് പറയുമ്പോൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് മമ്മൂക്കയുടെ അടുത്ത് എത്താൻ സാധിക്കുമെന്നോ, ആ ചിത്രം ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങി ഇപ്പം നല്ല റിവ്യൂസ് വരുന്ന കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഒരു കോവിഡ് ടൈമിലാണ് നീരജാതിയോട് ഈ ഒരു വൺ ലൈൻ പറയുന്നത്. അപ്പോൾ അവിടുന്ന് ആ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗൗതം സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഗൗതം സാർ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു ഇതായിരിക്കും, കുറച്ചൊരു ഫൺ മൂഡുള്ളൊരു ഫിലിം ഗൗതം സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഗൗതം സാർ അത് അക്സെപ്റ്റ് ചെയ്തു. അവിടുന്ന് ഒരിക്കലും മമ്മൂക്ക പോലൊരു ആക്ടറെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ആ ഒരു സ്കെയിലിലേക്ക് അതിനെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഗൗതം സാറിൻ്റെ അടുത്ത് ചോദിച്ചത്, മമ്മൂക്ക ഇതിനകത്തേക്ക് വന്നാൽ നമ്മൾ ഈ സ്റ്റോറിയിൽ ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരുപാട് ചേഞ്ച് വരുത്തേണ്ടി വരില്ല എന്നുള്ളത്. അപ്പോൾ അന്ന് ഗൗതം സാർ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അതേപോലെ തന്നെ സാറിൻ്റെ അടുത്ത് നമുക്ക് പറയാം, അതിനകത്ത് നാച്ചുറലായിട്ടുള്ള സാധനം പറഞ്ഞാൽ മതി എന്നാണ്. അപ്പം മമ്മൂക്കയുടെ അടുത്ത് ആ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, സാറ് ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് കാണുന്നത്, ഇതിനകത്ത് എന്തുമാത്രം ചേഞ്ചസ് ആയിരിക്കും മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് ആദ്യം ഞങ്ങൾക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണോ ഓർഗാനിക്കായിട്ട് ആ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അത് മാത്രം എനിക്ക് മതി, എനിക്കായിട്ടൊരു ചേഞ്ച് നിങ്ങൾ തന്നെ ആ സിനിമയിൽ വരുത്തി അതിനൊരു ഇതുണ്ടാക്കണ്ട എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് തന്നത്. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അസോസിയേഷൻ്റെ പാർട്ടാവാൻ. ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നതും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്, ഒരു പേഴ്സണാണ് മമ്മൂക്ക. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസിൽ വരുന്ന ഡോമിനിക് എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓൾസോ ഗൗതം സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രോജക്റ്റ് ഇന്നലെ തൊട്ട് നല്ല റിവ്യൂസാണ് നമ്മൾ എല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ ഭയങ്കര വലിയ സന്തോഷമാണ് ഈ ഒരു മൂവിയുടെ പാർട്ടാവാൻ സാധിച്ചത്. സോ താങ്ക് യു മമ്മൂക്ക, താങ്ക് യു ഗൗതം സർ, താങ്ക് യു മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. സോ താങ്ക് യു. ഹലോ എവരിബഡി. എൻ്റെ ആദ്യത്തെ സിനിമയാണ് അത്. ഗൗതം സാറിനും മമ്മൂട്ടി സാറിനും ചെയ്തത് ഭയങ്കര സന്തോഷം. ഈ സ്റ്റേജിൽ ഷെയർ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. നമുക്ക് ഇവിടെ ഇവിടെ ആദ്യം വളരെയധികം സന്തോഷം. 2025 സൂപ്പർ സിനിമ എന്ന മമ്മൂട്ടി കമ്പനിക്കും ഈ ടീമിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ഡൊമിനിക് എന്നൊരു സിനിമ ഇന്നലെ കണ്ടിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യം ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ എന്നോട് ഗൗതം സാറിൻ്റെ ഇന്റർവ്യൂ പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞത് ഇതെങ്ങനെയാണ്, ഞാൻ പോലീസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഇത്, ഈ സിനിമ എങ്ങനെ പോകുന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മമ്മൂക്കായ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് ഡാൻസ് വരെ സ്റ്റെപ്പ് വെപ്പിച്ചുകൊണ്ട് മമ്മൂക്കായ നമുക്ക് വീണ്ടും തിരിച്ചു തന്ന പോലെ തോന്നുകയാണ്. മമ്മൂക്ക എങ്ങനെയാണ് ഈ സിനിമ കണ്ടന്റ്, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു, കുറെ റിവ്യൂ കണ്ടിരുന്നു, മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പൊ പ്രേക്ഷകരോട് അതിനെ കുറിച്ച് പറയാമോ? പ്രത്യേകിച്ച് അവരോട് അഭിപ്രായങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറച്ചുകൂടി ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുറച്ചുകൂടി നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അവരെടുത്തിപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോപ്പോർട്ട് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത്. അയാൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്, റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റും കുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയരുത്. എല്ലാ കഥാപാത്രങ്ങളും കുസ്തിക്കാരല്ലല്ലോ. ഇതിനകത്ത് ഡൊമിനിക് അങ്ങനെ വലിയ കുസ്തിക്കാരനൊന്നുമല്ല. അയാൾ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 100 പേരൊക്കെ ഇടിച്ചു വീഴ്ത്തുന്ന നായകന്മാരുണ്ടല്ലോ ഇവിടെ. ഞാനും ചെയ്തിട്ടുണ്ടില്ലെന്നില്ല. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. കുറച്ചൊരു റിയലിസ്റ്റിക് ആയിട്ട്, കുറച്ചൊരു റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം
സ്വാഗ് ഉണ്ടാക്കാൻ ഞാൻ അത് വേണ്ടല്ലോ, നമ്മൾ സ്വാഗ് ഒരുപാട് കണ്ടതല്ലേ. അപ്പോൾ അത് വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ സിനിമ പ്രേക്ഷകരുടെ സിനിമാ ബോധങ്ങളുടെ വളർച്ചയാണ് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നുള്ളത് വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്നത് മമ്മൂക്കയോട് ഡാൻസ് സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് പൊതുവെ മമ്മൂക്ക ചെയ്യില്ല എന്നാണ് ഗൗതം സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ചെയ്യാം, പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ചെറിയ സ്റ്റെപ്പുകളാണെങ്കിൽ പ്രഷറിന്റെ കയ്യിൽ നല്ലൊരു കൈയടി മേടിച്ച സ്റ്റെപ്പുകളായിരുന്നു. അതെങ്ങനെയാണ് ഗൗതം സാർ പറഞ്ഞപ്പോൾ സാർ അത് ആദ്യം വേണ്ടായെന്ന് പറയുന്നു, മമ്മൂക്ക ആദ്യം വേണ്ടാകുമ്പോൾ പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻവോൾവ് ആകുകയാണ് ചെയ്തത്? സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിൽ. അതുകൊണ്ട് പൊതുവെ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ അന്ന് പെട്ടുപോയില്ല എന്ന് വിചാരിച്ചാൽ ചെയ്തു. അത് വളരെ അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനതിന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്റർ കാര്യം കൈ പിടിച്ച് അത് എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ആണ് എൻ്റെ. പ്ലസ് പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ് സാർ ഡൊമിനിക്കായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. സിനിമ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്. അതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഡാൻസ് കളിക്കും. ഈ കുറെ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടല്ലോ ശരി. അപ്പോ നമുക്ക് ഇപ്പൊ നറേറ്റ് ചെയ്യാൻ ചെന്നപ്പോഴും അതെവിടെയെന്ന് ആദ്യം ചോദിച്ചെന്നാ കേട്ടെ. ശരിക്കും ആ ടൈമിൽ കേട്ട കഥ ആ കഥ ഇതുപോലൊരു പോലീസ് ഓഫീസറുടെ കഥയാണ്. ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഇതല്ല കഥ. അതൊരു സീരിയൽ കില്ലറിന്റെ കണ്ടുപിടിക്കുന്ന ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയാണ്. അതൊരു 10-20 വർഷമായിരുന്നു അല്ലേ? 2005. 20 വർഷം കിട്ടി. അത് അനുഭവപ്പെടുത്തിയ കഥ കൊണ്ടുവന്ന കഥയാണ്. പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശഭരിതനായിട്ട് ഇത് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പോകുന്നത്. നല്ല കഥയാണ്. പക്ഷെ അതിപ്പോൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡ് അല്ലേ, സസ്പെൻഡഡ്. റിട്ടയറിംഗ് പോലീസ്. അന്നേ റിട്ടയർമെന്റ് ആണോ? ഇനിയിപ്പോ പുള്ളി അത് കഴിഞ്ഞിടത്ത് വേറെ കഥകളുണ്ടല്ലോ, അതൊക്കെയൊന്നും പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇതോടെ പോയത് തിരിച്ചു വിളിപ്പിച്ചത്. ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല. പുള്ളി പോയിട്ടില്ല. എന്റെ പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞുകൊണ്ടെങ്കിലില്ല നമുക്ക് അവിടെ പോയത് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പൊ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കഥ എന്നാണ് മനസ്സിലായത്. അല്ല, കഥ നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷം അറിയാം. നമ്മളെ ആദ്യമായിട്ട് ഇമ്പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ശരിയാവാൻ തെറ്റാവാം. അധികമൊന്നും നമുക്ക് പടത്തിനകത്തോട്ട് നമുക്ക് ഇതുവരെ സിനിമയിൽ കാണുന്നത് ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാ പിക്ക് ചെയ്തത്? എന്തൊക്കെ സ്ക്രിപ്റ്റില് കൊണ്ടുപോയി വെക്കണം? ആ ഐഡിയ എങ്ങനെയാണ്? കുറേ ഡിസ്കസ് ചെയ്തു. സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറേ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും. ഇനിയും കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ടതെന്ന് മൈൻഡിലുണ്ടായിരുന്നു. നമ്മൾ ഈ പടം കാണുമ്പോൾ ഐ തിങ്ക് ദാറ്റ് ഇസ് എവറി ആക്ടേഴ്സ് വാട്ട് ആൻ ആക്ടർ ബ്രിങ്സ് ടു ദ ടേബിൾ. നമ്മളൊരു 10-15 സെക്കൻഡ്സിൽ മമ്മൂക്ക വന്നിട്ട് നമ്മൾ ഡൊമിനിക്കിൻ്റെ ഉള്ളിൽ പോകും. That was in that first scene itself. As I was directing also, I felt that I forgot Mammootty sir and I started believing that this is Dominic and now how am I going to treat Dominic? So pop culture reference ആയിട്ട് നമ്മൾ കുറേ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ വാപ്പച്ചീസ് ലെഗസിയും ഈ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയർ അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഓൾറെഡി സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. റൈറ്റേഴ്സ് കൂട്ടി നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് കറക്ഷനൊക്കെ അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർ തരും. അത് നമുക്ക് നന്നാക്കാം അല്ലെങ്കിൽ ചെയ്തേക്കാം. ഈ നാസയെ കൊണ്ടല്ലോ ഓൾറെഡി. നാസ ഉണ്ട് ഓൾറെഡി. So അങ്ങനെ കുറേ ഡിസ്കസ് ചെയ്ത് we thought we'll keep a few things and we'll keep it on the meter also. സാറിലേക്ക് ഈ സിനിമ എത്തിയത് മഞ്ജു വാര്യർ ത്രൂ ആണെന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പും മഞ്ജു ചേച്ചിയുടെ ഒരു ക്യാമിയോ ഇതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പം ഇനി മലയാളത്തിൽ 10 പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കൊപ്പം 10 പടങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും മഞ്ജു ചേച്ചി ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മൾ ഗൗതം സാറിൻ്റെ സിനിമകൾ പ്രണയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം. അപ്പം ഇതിൽ നോക്കിയപ്പോൾ
ഗോകുലിന്റെ ക്യാരക്ടറിൽ പ്രണയം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അപ്പൊ അടുത്തൊരു ലവ് സ്റ്റോറി മലയാളത്തിൽ ചെയ്യണം. ഹീറോയെ പ്രേമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. കണ്ടിരുന്നു സർ, അയാൾക്ക് പെണ്ണോട് ഭയങ്കര ഇഷ്ടമുണ്ട്. മനസ്സിലായിട്ടില്ല, അത് പ്രണയമല്ലേ? മനസ്സിലായി, പക്ഷേ പ്രായമായതുകൊണ്ടാണ്. He was intrigued and distracted by Namita, and Gokul ഒരു പട്ടീൻ്റെ മിസ്സിംഗ് കേസായിട്ട് പോയതാണ് സാർ അയച്ചതാണ്. അപ്പോൾ but otherwise see every director has a journey, ഒരു വിഷൻ, we write. ഞാൻ തനിയാവർദ്ധനം കണ്ടപ്പോൾ ഐ വാണ്ട് ടു വർക്ക് വിത്ത് സർ. അത് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ആയിരുന്നു എൻ്റെ കരിയറിൽ, ഈ റൈറ്റിംഗ് സ്റ്റേജസും. അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കഥ, ദിസ് ആക്ടർ would beautifully bring it to screen and it will be an honor to work with him എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണി ആയിരുന്നു അത്, ഒരു മൈൻഡിൽ. ബട്ട് മലയാളം ഇറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ റീച്ച്. തമിഴിലെ സ്റ്റോറീസ്, തമിഴിലെ ആക്ടേഴ്സ്, അങ്ങനത്തെ ഒരു ഫ്ലോയിലായിരുന്നു. അപ്പോൾ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേട്ടയാട് വേട്ടയാടും, പിന്നെ പച്ചക്കിളിയും ചെറുവാരണമാരും, അച്ഛൻ മരിച്ചപ്പോൾ വാരണമാരുടെ കഥ, അങ്ങനെ ഒരു ജേർണി ആയിരുന്നു. നോട്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു കം ബാക്ക്, ബട്ട് സംവെയർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ, ആൻഡ് എസ്പെഷ്യലി സാർ പറഞ്ഞ പോലെ ഡൊമിനിക് വാസ് ഡെഫിനറ്റ്ലി different from sir. Sir has done Turbo, where he's done a lot more action and all that. Recently, I'm saying Kannur Squad also, but Dominic is very different within that space. Dominic is a loser. Now, first sir, he's a loser. He's a bum. His wife is divorced from him, and detective ആണെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്നത് blackmailing ചെയ്യുന്ന ഒരു കേസാണ്. So all that I liked as a character, and he also grabbed that. He said this character is nice. He can be in any story. The next story, whether it's a film or not, could be Dominic and the pen, Dominic and the person missing from the ship. I'm just saying, Madhuri's son Vivek, who's gone missing 25 years ago. That could be the next story that he missed. I'm just saying. So I liked it as a character, and I thought that should be in the film. And our journey, ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു 45 days ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് വന്ന ഫീലിംഗ്, any script that I have, I should bring it to him. Whether sir likes it or not, I should bring it to him. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, at least 10 films more I want to work and learn being in the space of somebody like him. ഈ 10 സിനിമയുടെ കാര്യമാണ് കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞതാണ് സർ, അവനാണ് എക്സാജറേറ്റ്. അതാണ് സത്യം. അത് മമ്മൂക്കായി ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. And Manju introduced me to Dr. Neeraj. അത് Manju act ചെയ്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നീരജ് ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. That didn't take off immediately. But I kept in touch with Dr. Neeraj and I kept asking him, what else do you have എന്ന് പറഞ്ഞപ്പോൾ ഈ Dominic and ഒരു പേഴ്സിൻ്റെ ഒരു മിസ്സിംഗ് പേഴ്സ് അതെടുത്തിട്ട് ഒരു സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ I grabbed it. അത് അങ്ങനെയാണ് അത്. 10 സിനിമയിലേക്ക് പോവുകയാണെങ്കിൽ ഈ 10 സിനിമയിൽ അടുത്ത് വരുന്ന ഡൊമിനിക് പാർട്ട് 2 ആയിരിക്കും. I think it's too early to talk about it. Also, I think sir has already moved on to 3 other films and still counting. So, if we come up with a great story, we'll try and impress him with that. So, അങ്ങനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. സിനിമ കണ്ടു മാത്രമാണ് ഇത്രയും ആൾക്കാർ ജോലി ചെയ്യുന്നത്. 10-35 പേരുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തവുമാണ്, അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ അതെ അതെ അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാമെന്ന് മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ഗൗതം സാറിനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂമെന്റ് എപ്പോഴായിരുന്നു? അല്ല, അതല്ല, നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടിക്കേണ്ട പോയി. നമ്മൾ ഏതായാലും ഇവിടെ വീട് തുറന്നിരിപ്പുണ്ടാവും, നമുക്ക് തന്നെ അല്ലാതെ നമ്മൾ ആ സിനിമ പിടിച്ചെടുത്തൊന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരുന്ന സമയം വേണ്ട, നമുക്ക് തുടങ്ങാം. നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മളില്ലാത്ത പടങ്ങളും ഉള്ള പടങ്ങളും ചെറിയ പടങ്ങളിലേക്ക് പടങ്ങളൊക്കെ വരും, നമ്മളെ കൊണ്ടാവുന്നവർ വരും. സിനിമ ഇറങ്ങി ഇന്നലെ കുറേ റിവ്യൂസ് വന്നു. അപ്പോൾ റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ മമ്മൂക്കയും ഗോകുലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ സുരേഷേട്ടൻ്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പോൾ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ?
ഗൗതമിന് ആദ്യം നമ്മളിപ്പോൾ അവൻ്റെ ഫാദറിൻ്റെ കൊളീഗാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൻ്റെ റെസ്പെക്റ്റ് ഉണ്ടാവും എന്നോട്. അത് സിനിമയെ കാണുക എന്ന് ഞാൻ പറഞ്ഞു. സെറ്റിലൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് സാർ, കാണുമ്പോൾ എഴുന്നേക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളൊന്നും ചെയ്യില്ല, സാധാരണ നീ പെരുമാറുന്ന പോലെ പെരുമാറില്ല എന്നോട്. സിനിമയിൽ നമ്മൾ വന്ന് വല്ല ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ ഒന്ന് കാണും. അത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ, അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ശരിക്കും ഗൗതമന് നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലുണ്ട്. അതാണ് സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായത് ഗൗതം. അല്ല ഗോകുൽ ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു. ബാക്കിൽ നമുക്കാണ് ഇരിക്കുന്നത്, അപ്പോൾ ഞാൻ ഫാസ്റ്റായിട്ട് പോയിട്ടാണ്. അത് മാത്രമേ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ മൊത്തം ബൈക്കാണ് മേടിച്ചു കൊടുത്തു. ഈ സിനിമയിൽ മാത്രമേ സിങ്സ് ഉള്ളൂ. ഇത് എടുത്ത് പറഞ്ഞെന്ന് കഴിഞ്ഞ സിനിമകളിലൊക്കെ സിങ്സ് ഉണ്ട്. സിങ്സ് ഉണ്ടെന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമല്ല. ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലാകാലങ്ങളായിട്ടുള്ളത്. നമ്മുടെ സിനിമകളിൽ ഈ ഡബ്ബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും ഡബ്ബിംഗ് സിങ്സ് സൗണ്ട് ആയിരുന്നു. മറ്റേ മിച്ചൽ ക്യാമറയൊക്കെ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് വേറൊരു മെഷീനും കൂടെ ഉണ്ടാവും. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയുന്നത്. പിന്നീടത് ഈ ഒരു വലിയ കഥയാണ്. നിങ്ങൾക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. ഇവിടെ മമ്മൂട്ടി കമ്പനിയുടെ ഷൈന ഈ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമാണ് എന്നും. മമ്മൂക്കാടെ എല്ലാ സിനിമയിലും ഇപ്പോൾ വരുന്നുണ്ട്. ഈ സിനിമയില് ഒരു സീനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഓട്ടത്തിലാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു. എല്ലാം മമ്മൂക്കായുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ലാലേട്ടനോടുള്ള ഇഷ്ടം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കാൻ്റെ കഥയെ വെച്ച് മമ്മൂക്കാനോടാണ് കൂടുതൽ ഇഷ്ടം. കാണുന്നവരെ അതങ്ങനെ ആയിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാലോ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ മമ്മൂക്ക എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡിയാണ്. മമ്മൂക്ക കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിലും. നമുക്ക് ഈ അടുത്ത സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തത് മമ്മൂക്ക സിനിമയോട് കാണിച്ചൊരു സന്നദ്ധതയെ പറ്റിയാണ്. രേഖാചിത്രം എന്നുള്ളൊരു സിനിമ മമ്മൂക്ക എന്നൊരു നടൻ്റെ ഒരു എസ് ഇല്ലെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു. കാരണം മമ്മൂക്ക തന്നെ ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് എത്ര ആളുകളുടെ ഗുഡ്വില്ലിനെ ബാധിക്കാം. മമ്മൂക്ക തന്നെ അത് ചിലപ്പോൾ പ്രശ്നങ്ങളായി മാറിയേക്കാം. ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും. എന്നാൽ പോലും അതിനകത്ത് സിനിമയുടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും അതിനു വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്ന വിളിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി. ഇപ്പോഴും മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമാഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സന്നദ്ധത, ആ ചിന്ത, ആ ഒരു ആഗ്രഹം അതെവിടെ നിന്ന് വരും? അത് ആ സിനിമയുടെ കഥയിൽ സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ മാറി വന്നു കഴിഞ്ഞാൽ ആ സിനിമ ആവില്ല. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതൊക്കെ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. മമ്മൂട്ടി ചേട്ടാന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമ്മളില്ലെങ്കിൽ പിന്നെ അവർക്കത് എടുക്കാൻ പറ്റാത്തതാണ്. ബ്രില്യൻ തോട്ടാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ പാരലൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കണ്ടേ, അത്രയും ഇല്ല. മലയാളം ഒഴിക്കോട് സംസാരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ മമ്മൂക്കയുടെ ആ ഒരു സാന്നിധ്യം എത്രത്തോളം ഗുണം ചെയ്തു? ഡബിങ്ങിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണം ചെയ്തു? അതോ ഒരു അതായത് ഞാൻ കുറച്ച് കോൺഷ്യസ് ആവും. ഞാൻ മലയാളത്തിൽ സംസാരിക്കില്ല, അതുകൊണ്ട് കുറച്ച് കോൺഷ്യസ് ആണ്. പക്ഷെ ഡയലോഗ് എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. പുള്ളി സ്വന്തമായിട്ട് ഭാഷ ഉണ്ടാക്കി സംസാരിക്കുമ്പോഴും നമ്മളോട് സെറ്റിൽ സംസാരിക്കുമ്പോൾ നല്ല പ്രശ്നമാണ്. നിങ്ങൾ ഇത്രയും പേര് മുഴുവൻ ഭയങ്കര മലയാളിക്കാരാണെന്ന് വെച്ച് പഠിച്ചിട്ടാണ്. ഞാൻ സാറിന്റെ ഡയലോഗ്സ് ഒക്കെ സ്പോട്ടിൽ മലയാളത്തിലാണ് പറഞ്ഞത്. ആൻഡ്
ബസൂക്കയിൽ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ്. അതിന് മുമ്പ് ഞാൻ ട്രാൻസ് ചെയ്തില്ല, അതും ലൈഫ് സൗണ്ട് ആയിരുന്നു, സിംഗ് സൗണ്ട് ആയിരുന്നു. ഇതിൽ സാറിൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു നെർവസ് ഉണ്ടായിരുന്നു, പക്ഷെ സാറ് ഡു ഇറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഈ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഒബ്ജക്ട്സിൻ്റെ സൗണ്ട്സ് വരാൻ പാടില്ല, അങ്ങനെ ഒരു ചെറിയൊരു അഡ്വൈസ് സാർ ഫസ്റ്റ് തന്നെ എനിക്ക് കൊടുത്തു. ആൻഡ് ഇറ്റ് വാസ് ഈസി ടു ആക്ട് വിത്ത് സാർ. ആൻഡ് ഡയലോഗ്സ് കൊടുത്ത് ഞാൻ ഏത് ലാംഗ്വേജിൽ ഞാൻ പറയും അത് കൊടുത്തു. എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് സിംഗ് സൗണ്ട് ചെയ്യുന്ന ഒരു പടം കണ്ടുകൊണ്ടേ എന്ന് പറയുന്ന തമിഴ് പടമാണ്. പക്ഷെ അതിനകത്ത് മുഴുവനായിട്ടില്ല, ഒരു 40% ഉണ്ട്. ആ സിംഗ് സൗണ്ടിൻ്റെ സൗണ്ടാണ് സിനിമയിലുള്ളത്, പല നല്ല സിനിമയുണ്ട്. അതിൻ്റെ ഗുണവും ഇവിടെ കഴിഞ്ഞ ഒരു 2 വർഷത്തെ എല്ലാ മെഗാ റൗണ്ട് ടേബിളുകളിലും എല്ലാ സിനിമാ ചർച്ചകളിലും എല്ലാവരും നോക്കുന്നത് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ശരിക്കും ഇതിന്റെ മൊത്തം ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും എന്താ മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ മോട്ടിവേഷൻ ഉണ്ടല്ലോ, ഇനിയും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഈ ചർച്ചകളൊക്കെ മമ്മൂക്ക് എത്രത്തോളം അറിഞ്ഞിരുന്നു എന്നുള്ളതെന്നാണ്. ആക്ച്വലി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ചോദ്യത്തിന് ഉത്തരവുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ മുമ്പിൽ ഉത്തരവാദിത്തമല്ലേ. ആളുകൾ അവിടെ ഇന്ത്യ കുറഞ്ഞ പക്ഷം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയിൽ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടിയും നമ്മൾ കുറച്ചുകൂടെ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടിയിരിക്കും. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കോളാണ്. പിന്നെ അത് ഗൗതം മേനോൻ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ക്യാരക്ടർ ചോദിച്ചിട്ടല്ല പോയത്. ആക്ച്വലി ഞാൻ ചെന്ന് ഇരുന്ന ദിവസം കാരോണിൽ വെച്ചാണ് ബ്രീഫ് ചെയ്തത്. എനിക്ക് ക്യാരക്ടർ അറിയാവുന്നത്. ഐ നോ ഗൗതം സർ പേഴ്സണലി ബിഫോർ, ബട്ട് നോട്ട് വർക്ക് ടുഗദർ. അപ്പോൾ അന്ന് കാരോണിൽ വെച്ചാണ് ക്യാരക്ടർ വരുന്നത്. അപ്പോൾ തന്നെ അതിലേക്ക് അല്ലാതെ ക്യാരക്ടർ കേട്ട് മനസ്സിലാക്കി പോയ ഒരു കോളല്ല അത്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് ബേസിക്കലി ടോവിനെ കൂടി യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടി ഷെയ്ക്കൻ മിസ്സായിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നല്ല വൈറലായിരുന്നു. അത് ആ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയുണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻസെപ്ഷൻ എന്ന മൂവിയിൽ എൻ്റെ ക്ലൈമാക്സ് സീനിൽ മൈക്കിൾ കെയ്ൻ എന്ന ആക്ടർ ക്രിസ്റ്റഫർ നോളനോട് ചോദിച്ചു, ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റിയൽ ആണോ അതോ ഡ്രീം ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞു, ഇത് നിങ്ങൾ അഭിനയിച്ച സീൻ എല്ലാം റിയലാണ് മിസ്റ്റർ മൈക്കിൾ കെയ്ൻ എന്ന് ചോദിച്ചു. അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ജോസ് പലിശ്ശേരി ചിത്രത്തിൽ നൻപകൽ നേരത്തുമായിട്ടും അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചാന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൂടാതെ തമിഴന്റെ ആത്മാവ് കയറി കൂടിയാകുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. അതല്ലാതെ വേറെ പറയുന്ന ഒരു ഭാഗക്കാരുണ്ട്. ഇതിൽ മമ്മൂക്ക എന്നൊരു സിനിമാ പ്രേമി ആ സിനിമ കണ്ടതിന് ശേഷം ലിജോയോട് ചോദിച്ചിട്ടുണ്ടോ, ഇത് ഏതാണ് ലിജോ എന്റെ ട്രാക്ക്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രാക്ക് ഏതാണെന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. ലിജോ സാർ ഒരു ഉത്തരം ഓഡിയൻസിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മമ്മൂക്കടി ചോദിക്കേണ്ടി വന്നത്. എന്നോട് പറഞ്ഞില്ലേ പുള്ളി എന്നോട് പറയും. അതങ്ങനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണം. നമ്മുടെ ഒരു എന്താ പറയുക, സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള സിനിമയാണ്. ഞങ്ങളുടെ സിനിമ മലയാളത്തിൽ മാത്രമേ വരൂ. ഇവിടെ ക്രിസ്റ്റഫർ നോളനൊന്നുമില്ലല്ലോ. നമ്മുടെ ആൾക്കാരെ ചെറിയ ഭാഗമായിരിക്കും. എന്നാലും മമ്മൂക്ക പ്രൊഡ്യൂസറും കൂടിയാണല്ലോ. അപ്പോൾ മമ്മൂക്ക ഓൾറെഡി ഒരു സംശയം ചോദിക്കുമല്ലോ. സത്യം പറയാൻ ഞാൻ ചോദിച്ചില്ല. ഗൗതം സാർ, സാർ ചെയ്യുന്ന എല്ലാ പടങ്ങളിലും എപ്പോഴും ഒരു യൂണീക്കായിട്ട് സാറിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സാർ എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ്സ് എപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണാറുണ്ട്. ഡൊമിനിക്കിൽ അങ്ങനെ ഒരു മൊമെന്റ് ഏതായിരിക്കും? അല്ല, എൻ്റെ സാറ് തന്നെ ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രസൻസ് അവിടെ ഉണ്ടാവാറുണ്ട്. ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ വന്നു പോകുന്ന ഒരു മൊമെന്റ് ആയിരിക്കാം. ഉണ്ട്. സാറ് അത് എൻജോയ് ചെയ്ത ഏത് മൊമെന്റ് ആയിരുന്നു? അല്ല, അത് ഫസ്റ്റ് ഞാൻ ഈ പ്രോപ്പറായിട്ട് ആക്ടിങ് അതിന് മുമ്പ് ഞാൻ ചെറിയൊരു എന്തെങ്കിലും ഒരു ഹീറോയുടെ പിന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. അതൊരു സെലിബ്രേഷൻ ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പടത്തിൽ നോക്കിയാൽ സാർ ഇങ്ങനെ ഒരു സ്ലോ മോഷൻ ഷോട്ട് നടന്നു, ഞാൻ എൻ്റെ കാർഡ് അവിടെ വേണമെന്ന് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് എൻ്റെ സെലിബ്രേഷൻ. മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ പറ്റി മാജിക്കലാണ്, അൺപ്രഡിക്റ്റബിൾ ആണെന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്കയിൽ കണ്ട ഏറ്റവും മാജിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരിക്കും?
കുറേ ഉണ്ട് പടത്തിൽ, 100% കുറേ ഉണ്ട്. എവറി മോമെന്റ് ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തും പറയും, ഞാൻ ഇങ്ങനെ കോൺഷ്യസ്ലി ഞാൻ കുറേ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ബിക്കോസ് എന്ത് എക്സ്പ്രസ് ചെയ്താലും സാർ സൂപ്പർ സബ്രിൽ എന്ന് പറയാം, സാർ ജസ്റ്റ് പോകും. സോ ഐ കെപ്റ്റ് ഓൾ ദാറ്റ് ടു മൈസെൽഫ് ആൻഡ് വി ഡിസ്കസ്ഡ് എക്സ്റ്റെൻസീവ്ലി. ഈ സാറ് ചെയ്തത് നമ്മൾ എഴുതാൻ പറ്റില്ല, ഇത് നമ്മൾ ഡയലോഗായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സ്ക്രീൻ പ്ലേ ആയിട്ട് നമ്മൾ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യും നമ്മൾ പ്ലാൻ, അത് നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. ഒരു ചെറിയ എക്സാമ്പിൾ, അത് കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും, അത് ഞാൻ എൻ്റെ ഒരു സപ്പോർട്ടിങ് ആക്ടാണ് ഞാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും, ഞാൻ അങ്ങനെ ചെയ്തിരിക്കും. സാർ ചെയ്തത് അത് വേറെ, നിങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത്. കണ്ടില്ലേ ആ പോലീസ് അടിയും ആ ലോക്കും അങ്ങനെ ഫോർവേഡ് വന്നിട്ട് അത് മിനിറ്റ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡ് ടോക്കിംഗ് അബൌട്ട്, അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. സോ ഐ എൻജോയ് എവറി മൊമെന്റ്. ഐ ലുക്ക് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഡേ ഷൂ. ഐ ഡോണ്ട് വാണ്ട് ടു ലെറ്റ് ഹിം ഗോ ഇൻ 45 days ആക്ച്വലി. ഇനി ചേട്ടാ, മമ്മൂക്ക എന്ന വിസ്മയം മലയാളികൾക്ക് എന്നും അത്ഭുതമല്ല, അതിപ്പോഴും എപ്പോഴും എന്താ പുതുമയോടെ നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പം ഒരേ സ്ക്രീൻ സ്പേസിൽ നമ്മൾ കാണുമ്പോൾ ഉണ്ടത് അടുത്തത് എന്തെന്നുണ്ടാകുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ. ഇനിതായിരുന്നു മമ്മൂക്ക എന്ന വിസ്മയം ഒരേ സ്പേസിൽ അനുഭവിച്ചപ്പോൾ. ഇത്രയും വർഷമായിട്ട് ഞാൻ വന്ന സമയം മുതൽ അനുഭവിക്കുന്നതാണ്. സോ ദാറ്റ്സ് വെരി വെരി ഇത്രയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് അതായത് മെസ്മറൈസ്ഡ് ആയിട്ട് ഓരോ പ്രാവശ്യം, അത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള എല്ലാ ആക്ടേഴ്സും ഇത് ഞാൻ ഷെയർ ചെയ്യാം. ഈ പടത്തിലും അതേപോലെ തന്നെ ബാവൂട്ടി ചെയ്യുമ്പോഴും നമുക്കൊരു ഒരു പ്രിപ്പറേഷൻ, അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതിനങ്ങനെ ഒരു ദിസ് ഇസ് മൈ ഹംബിൾ ഒബ്സർവേഷൻ ആസ് എൻ ആക്ടർ, ജസ്റ്റ് വളരെ നാച്ചുറലായിട്ട് അദ്ദേഹം അത് കൊണ്ടുവരുന്നു ആ പെർഫോമൻസിൽ. അത് ഈ പടത്തിലും എനിക്ക് ഇന്റൻസ് ആയ 2-3 സീക്വൻസസ് ഉണ്ട്. അത് വളരെ എൻജോയ് ചെയ്തിട്ട് ഞാൻ മോർ ദൻ ആ സീൻ ഐ വാസ് എൻജോയിങ് മമ്മൂക്കാസ് പെർഫോമൻസ് ആൻഡ് ലേണിംഗ് ഫ്രം ദാറ്റ്. ലൈക്ക് ഹൗ ഗൗതം സർ സെഡ്, ആ ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ സ്പാർക്സ് ഓഫ് ബ്രില്യൻസ് ദാറ്റ് ഓൾ ആക്ടേഴ്സ് ഷുഡ് ഒബ്സർവ്. അത് ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡയലോഗ് റെൻഡിഷൻ ആയാലും അതിലെ ബോഡി ലാംഗ്വേജ് ആയാലും ആ ക്യാരക്ടർ, അത് ഇൻ ദ ഹോൾ വെൻ യു സീ ദാറ്റ് ഫിലിം, ദാറ്റ് ഇസ് വെൻ യു ജസ്റ്റ് ആ ക്യാരക്ടർ ഡൊമിനിക്കിന്റെ കൂടെ യു ജസ്റ്റ് ട്രാവൽ വിത്ത് ഓൾ ദീസ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ദാറ്റ് ഇസ് ദ പവർ ഓഫ് മമ്മൂക്ക. സോ അത് ഒരു ഭാഗ്യമാണിത്. ആക്ച്വലി നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി താങ്ക്സ് ടു ഓൾമൈറ്റി, അങ്ങനെ ഒരു ബ്ലെസ്സിങ്. പൊങ്ങച്ചക്കാരുടെ ശരീരഭാഷ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യങ്ങളെ കുറച്ച് കൂട്ടി പറയുന്ന ഒരാളായിട്ട്. അപ്പൊ ആ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ട് നടക്കുന്ന ഡൊമിനിക്കായിട്ട് ക്യാരക്ടറായിട്ട് അങ്ങനെ കൊണ്ട് നടക്കുന്നത് ഒബ്സർവ് ചെയ്യുന്നത് എത്രമാത്രം ഫണ്ണായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആക്ച്വലി എനിക്ക് ഭയങ്കര ലവബിൾ ആയിട്ടാണ് തോന്നിയത്. ബിക്കോസ് അത് ആ ഇന്നസെൻസ് ആണ് ആ ക്യാരക്ടറിന്റെ ഒരു ബ്യൂട്ടി. അദ്ദേഹം ഗോകുലുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയാലും മിസ്സസ് മാധുരി, വിജി മാം ചെയ്ത ക്യാരക്ടേഴ്സ്, that simplicity of that character, that is what attracts you. And I don't think it was Pongacham actually, because he's very honest. And our honesty ആണ് ഒരു adorable ആയിട്ട് റേഡിയേറ്റ് ചെയ്യുന്നതാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായത്. സർ പണ്ട് ഈ കബാലിയുടെ ടൈം രജനീകാന്ത് സാർ ഒരു പ്രൊജക്ട് പിച്ച് ചെയ്തിരുന്നു കേട്ടത്, ഡോക്ടറായിട്ട്. ആക്ഷൻ കംപ്ലീറ്റ്ലി ഡോക്ടറായിട്ട് സ്ക്രിപ്റ്റ്. അത് പിന്നെ അദ്ദേഹമായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അമിതാഭ് സാറായിട്ടോ അല്ലെങ്കിൽ ആ സ്റ്റേജറിലുള്ള വേറെ ഏതെങ്കിലും ആക്ടറായിട്ട് മമ്മൂക്ക സാറിനായിട്ട് ചെയ്യുന്നത് വേഗമായിട്ട് ആദ്യമായിരുന്നു. ആക്ച്വലി ആ സ്ക്രിപ്റ്റ് ഇപ്പോഴും ഉണ്ടോ? എല്ലാ സ്ക്രിപ്റ്റും ഉണ്ട്. പക്ഷേ I believe in destiny, I believe in time. You have to be in the right place at the right time. അപ്പോൾ അത് നടക്കും. So it's all there. At some point it'll find its light, it'll find its space. നായികടുത്താണ് മമ്മൂക്കായുമായിട്ട് ഡയലോഗ് പറയുമ്പോൾ പല ആൾക്കും ഭയമുണ്ട്. പക്ഷെ മമ്മൂക്കായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ആ സമയം എങ്ങനെയായിരുന്നു ഓർത്തെടുക്കണം? ஃபர்ஸ்ட் ஆஃப் ஆல் நீங்கள் சொன்ன மாதிரி டைலாக் சொல்கிறதுக்கு எனக்கு ரொம்பவே பயமாக இருந்தது. சார் கூட ப்ராக்டிஸ் பண்ணி அதுக்கப்புறம் மம்முக்கா சார் கூட பண்ணுற மாதிரி இருந்தது. பட் அந்த ഈ കുട്ടി തെറ്റിച്ചിട്ട് ഒരു ഷോട്ടും റീടേക്ക് പോയിട്ടില്ല, ഞാനായിട്ട് തെറ്റിച്ചിട്ടുണ്ട്. ஸோ யா நான் கொஞ்சம் நிதானமாக பண்ணிட்டு இருந்தேன். ஸோ பட் அந்த ஃபைட்டர்ஸ் எல்லாமே கொஞ்சம் ஃபியர்ஸாக வேணும் அந்த மாதிரி சொன்னப்போ எனக்கு ரொம்பவே பயமாக இருந்தது. நான் எப்படி அவங்கள அப்படி இது பண்ண முடியும்னு சொல்லிட்டு. ஸோ சார் நான் கொஞ்சம் காமாக அந்த ஸ்பேஸில் நீ பண்ணு பரவாயில்ல பார்த்துக்கலாம்னு சொல்லி
பண்ணாங்க, ஜோக் கூட பண்ணாங்க, அடிச்சது ரொம்பவே வலிக்குதுன்னு சொல்லிட்டு ஜோக் எல்லாம் பண்ணாங்க. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ക്ലൈമാക്സ് മമ്മൂക്കടുത്ത് പറഞ്ഞപ്പോൾ കൺവിൻസ് ആവുന്നത് എത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു? സ്റ്റോറി പറഞ്ഞു, സ്റ്റോറി കണ്ടിന്യൂസ് സ്റ്റോറി പറഞ്ഞപ്പോൾ ഇത് ക്ലൈമാക്സിൽ കൺവിൻസ് ആവുമെന്ന് എത്രമാത്രം എനിക്ക് തോന്നുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞപ്പോൾ സർ ഐ തിങ്ക് took some 5 minutes to respond to the climax. And then ഒരു ചെറിയ 2-3 ഡൗട്ട് ചോദിച്ചു, ഇതെങ്ങനെയാ അതെങ്ങനെയാന്ന് 2-3 കണക്ഷൻ സീൻസ് ആയിട്ട് ഡൗട്ട് ചോദിച്ചു. And then he said, I like it, we'll do it. And then we left that meeting. Next day he said, I'm producing the film, we have to start immediately. So, and ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് 3/4 പടം ഷൂട്ട് ചെയ്താണ് ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. ലാസ്റ്റ് അല്ല, ഓൾമോസ്റ്റ് ഒരു മിഡിൽ 3/4 ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കുറേ ഡിസ്കഷൻസ് നമ്മൾ എടുത്തു, ഇതാണോ നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നമ്മൾ വെക്കാം എന്ന് പറഞ്ഞു. സർ ലെറ്റ്സ് ഗോ വിത്ത് ദിസ്, എല്ലാം സാറിന് മുമ്പ് നമ്മൾ സീനായിട്ട് പറഞ്ഞപ്പോൾ വിൽ ഗോ വിത്ത് ദിസ്, ഐ വിൽ ഗോ വിത്ത് യുവർ കൺവിക്ഷൻ എന്ന് പറഞ്ഞു. ആൻഡ് വി ഡിഡ് ഇറ്റ്. അപ്പോൾ ഇത് ഇതെനിക്ക് പറഞ്ഞ ഒരു സ്പോയിലർ ആയിരിക്കും, പക്ഷേ ആ സീൻ ബിറ്റ്വീൻ ദി ടു ഓഫ് ദെം വാസ് ഹാൻഡിൽഡ് സോ ബ്യൂട്ടിഫുള്ളി ബൈ ബോത്ത് ദി ആക്ടേഴ്സ്. സാറിൻ്റെ ഒരു ലൈൻ ഉണ്ട്, ഒരു വോട്ടോവിഡ് ഇറ്റ്സ് എ വുമൺ, ആൻഡ് സാറിൻ്റെ പെർഫോമൻസിൽ ആ ഡൊമിനിക്കായിട്ട് ചെയ്ത ഒരു പെർഫോമൻസ് ഒരു ലൈൻ ഉണ്ട്, ആ ലൈന് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. ഒരു വയലൻസ് അഗേൻസ്റ്റ് വിമൻ ഇസ് നോട്ട് അലൗഡ് എன்ற ഒരു തോട്ട് മൈൻഡിൽ വെച്ചിട്ടാണ്. ബട്ട് ഹി ഷുഡ് ഓൾസോ സർവൈവ്. This is a spoiler. I don't want to talk about it, but since you asked me, I thought I must say it. He made it so convincing. മമ്മൂക്ക ഇപ്പൊ റീ-റിലീസിലെ കാലമാണ് ഇപ്പം. മമ്മൂക്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചിത്രം അടുത്ത മാസം ഇറങ്ങാൻ പോകും, വടക്കം വീരഗാഥ. മമ്മൂക്ക ഒരു ഇന്റർവ്യൂ കേട്ടായിരുന്നു, ഒരുപാട് എക്സൈറ്റഡ് ചെയ്യുന്ന ഒരു ചിത്രമാണെന്ന് കേട്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അടുത്ത മാസം റിലീസ് ചെയ്യാൻ പോകും. 36 വർഷങ്ങൾക്ക് ശേഷം. അതിപ്പോ 4K ഇപ്പം ഒന്നുകൂടെ അടുത്ത റീ റിലീസ് ആകാൻ പോവാണ്. സിനിമയിൽ തിയേറ്ററിൽ കാണാത്ത പറയാൻ പോലെ ഇവിടെ കുറേ കുറേ ഉണ്ട്, ലവ് സ്റ്റോറീസ് കുറേ ഉണ്ട്. Okay, thank you for coming. ഒരു ഫോട്ടോ